എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും VPK ലേണിംഗ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു കറന്റ് അഫയേഴ്സിന്റെ മോക്ക് ടെസ്റ്റ് ആണ്. 2025, 2026 വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു 20 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ മോക്ക് ടെസ്റ്റിന് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഓരോ ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴും അതിന്റെ ആൻസർ നിങ്ങളുടെ മൈൻഡിലേക്ക് പോട്ടെ കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നമുക്ക് സമയം കളയാനില്ല. ആദ്യത്തെ ചോദ്യത്തിലേക്ക് കയറാം. സ്റ്റാർട്ടപ്പുകൾക്ക് പ്രവർത്തന സൗകര്യം ഒരുക്കുന്നതിനായിട്ട് സംസ്ഥാനത്തെ ആദ്യത്തെ ഡിജിറ്റൽ ഹബ്ബ് ആരംഭിച്ചത് എവിടെയാണ്? സ്റ്റാർട്ടപ്പുകൾക്ക് പ്രവർത്തന സൗകര്യം ഒരുക്കുന്നതിനായിട്ട് സംസ്ഥാനത്തെ ആദ്യത്തെ ഡിജിറ്റൽ ഹബ്ബ് ആരംഭിച്ചത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, കളമശ്ശേരിയാണ്. എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എല്ലാം ശരിയാവും എന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസത്തിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോകണം അല്ലെ. അപ്പോൾ കളമശ്ശേരി എന്നുള്ള കാര്യം ഓർത്തു വയ്ക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് കയറാം. 2026 77ാമത്തെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിൽ മുഖ്യ അതിഥികളായിട്ട് പങ്കെടുത്തിട്ടുള്ളത് ആരൊക്കെയാണ്? ആൻസർ ആന്റോണിയോ കോസ്റ്റയും ഉർസുല വോൺ ഡെയർലിനും അല്ലെ. അപ്പൊ 77 എന്നുള്ളതുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് വെക്കാം. ഇതൊരു ഫാൻസി നമ്പർ ആണ് 77. അതുകൊണ്ട് തന്നെ ഫാൻസി നമ്പർ കിട്ടാനായിട്ട് നല്ല കോസ്റ്റ് ആയിരിക്കില്ലേ. അപ്പൊ ആന്റോണിയോ കോസ്റ്റ, അതുപോലെ തന്നെ ഉർസുല നല്ല ഊർജ്ജസ്വലതയോടെ എന്നുള്ള രീതിയിലൊക്കെ ഓർത്ത് വെക്കാം. ഉർസുല വോൺ ഡെയർ ലൈൻ ആണ് കേട്ടോ. ഓക്കെ, അപ്പോ അടുത്ത ചോദ്യത്തിലേക്ക് കയറാം. മൂന്നാമത്തെ ചോദ്യം. എല്ലാ കോടതികളും പൂർണ്ണമായും കടലാസ് രഹിതമായിട്ട് പ്രവർത്തിക്കുന്ന ഇന്ത്യയിലാദ്യത്തെ ജുഡീഷ്യൽ ജില്ല ഏതാണ്? ആൻസർ കൽപ്പറ്റയാണ്. ഓക്കെ, പ്രവർത്തനരഹിതമായിട്ട് പ്രവർത്തിക്കുന്നതാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. കടലാസ് രഹിതമായിട്ട് പ്രവർത്തിക്കുന്ന എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. കടലാസില്ല, പകരം കല്ലില് അല്ലെ, കല്ലൊക്കെ വെച്ചിട്ട് കല്ലില് കൊത്തിയിട്ടൊക്കെയാണ് ചെയ്യണേ എന്നുള്ള രീതിയിലൊക്കെ ഓർത്ത് വയ്ക്കാം. കൽപ്പറ്റ എന്നുള്ളത് മറക്കണ്ട. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നാലാമത്തെ ചോദ്യം. പ്രഥമ സംസ്ഥാന രജിസ്ട്രേഷൻ ദിനാചരണത്തിന്റെ വേദി എവിടെയാണ്? പ്രഥമ സംസ്ഥാന രജിസ്ട്രേഷൻ ദിനാചരണത്തിന്റെ വേദി എവിടെയാണ്? രജിസ്ട്രേഷൻ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ കണ്ണ് തുറന്ന് നല്ല രീതിയിൽ നോക്കി ചെയ്യണം അല്ലെ. അപ്പൊ കണ്ണൂരാണ് ആൻസർ ആയിട്ട് വരുന്നത്. ആൻസർ ഓപ്ഷൻ സി കണ്ണൂരാണ് കേട്ടോ. സംസ്ഥാന രജിസ്ട്രേഷൻ ദിനാചരണത്തിന്റെ വേദി ചോദിക്കുകയാണെങ്കിൽ അത് കണ്ണൂരാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കയറാം. സംസ്ഥാനത്തെ ആദ്യത്തെ സംയോജിത വ്യവസായ പാർക്ക്, ഇൻഡസ്ട്രിയൽ പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? സംസ്ഥാനത്തെ ആദ്യത്തെ സംയോജിത വ്യവസായ പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? വ്യവസായം ഒക്കെ നല്ല രീതിയിലാവണമെങ്കിൽ ഒരു ലക്ക് വേണം അല്ലെ. ലക്കിടി എന്നുള്ളത് നമുക്ക് ഓർത്തു വെക്കാം. ലക്കിടിയാണ് കേട്ടോ, ലക്കിടി. ഓക്കെ, ലക്കിടി. അടുത്ത ചോദ്യം, ആറാമത്തെ ചോദ്യം. പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഉൾക്കൊള്ളുന്ന പുതുതായിട്ട് നിർമ്മിച്ചിട്ടുള്ള സമുച്ചയത്തിന്റെ പേരെന്ത് എന്നുള്ളതാണ് ചോദ്യം. പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഉൾക്കൊള്ളുന്ന പുതുതായിട്ട് നിർമ്മിച്ചിട്ടുള്ള സമുച്ചയത്തിന്റെ പേര് സേവാ തീർത്ത് അല്ലെ. സേവാ തീർത്ത് എന്നുള്ളതാണ്. സേവാ തീർത്ത്. കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസ് ആയിട്ട് സ്ഥാനമേൽക്കുന്ന ആരാണ്? കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസ്. ആൻസർ ജസ്റ്റിസ് സൗമൻ സെൻ ആണ്. എത്ര നമ്മൾ ഹൈയിൽ എത്തിക്കഴിഞ്ഞാലും, ഹൈ പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാലും നമ്മൾ വളരെ സൗമ്യമായിട്ടൊക്കെ പെരുമാറണം അല്ലെ. ജാടയൊന്നും പാടില്ല. അപ്പൊ ജസ്റ്റിസ് സൗമൻ സെൻ എന്നുള്ളത് ഓർത്ത് വെക്കാം. കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസ് ആരാണ്? സൗമൻ സെൻ ആണ് കേട്ടോ. മരണാന്തരമുള്ള അവയവദാനം പ്രോത്സാഹിപ്പിക്കാനും ഏകോപിപ്പിക്കാനുമായിട്ടുള്ള കേരള സർക്കാരിന്റെ നോഡൽ ഏജൻസി അല്ലെങ്കിൽ പദ്ധതി ഏതാണ്? വളരെ ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ആൻസർ കേസോട്ടോ അല്ലെ. കേസോട്ടോ എന്നുള്ളതാണ്. അറിഞ്ഞു വെച്ചേക്കാട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. ഒമ്പതാമത്തെ ചോദ്യം. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ജെൻസി പോസ്റ്റ് ഓഫീസ് എവിടെയാണ് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്? ജെൻസി പോസ്റ്റ് ഓഫീസ്. ആൻസർ ജെൻസിയുടെ സി വെച്ചിട്ട് തന്നെ അല്ലെ. CMS കോളേജ് കോട്ടയം. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ജെൻസി പോസ്റ്റ് ഓഫീസ് എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് CMS കോളേജ് കോട്ടയം. ഐക്യരാഷ്ട്രസഭയുടെ 2025 പ്രശസ്തമായിട്ടുള്ള ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരത്തിന് അർഹയായിട്ടുള്ളത് ആരാണ്? 2025 കാര്യമാണ്. പ്രശസ്തമായിട്ടുള്ള ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത്. ചാമ്പ്യൻ ആവുമ്പോൾ എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട ഒരാൾ തന്നെയായിരിക്കും അല്ലെ. സുപ്രിയ സാഹു. ആരാണ്? സുപ്രിയ സാഹു. നമ്മൾ 10 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള മാർക്സും കൂടെ ഒന്ന് ലാസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. എന്നിട്ട് തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യണേ. അതേപോലെ തന്നെ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കണ്ട. അടുത്ത ചോദ്യത്തിലേക്ക് കയറാം. അന്താരാഷ്ട്ര ആയുർവേദ ഗവേഷണ കേന്ദ്രത്തിന്റെ ആസ്ഥാനം എവിടെയാണ്? അന്താരാഷ്ട്ര ആയുർവേദ ഗവേഷണ കേന്ദ്രത്തിന്റെ ആസ്ഥാനം കല്യാടാണ്. കല്യാട്. ഓക്കെ, ആയുർവേദമൊക്കെ അല്ലേ. ആയുർവേദം നമ്മളിങ്ങനെ പച്ചിലകളൊക്കെ എടുത്ത് കല്ലൊക്കെ വെച്ച് ഇങ്ങനെ ഇടിച്ച് ചതച്ചിട്ടൊക്കെയാണല്ലോ ഉണ്ടാക്കുക. അങ്ങനെയൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കാം. കല്ല് വെച്ചിട്ട് കേട്ടോ, കല്യാട്. അന്താരാഷ്ട്ര ആയുർവേദ ഗവേഷണ കേന്ദ്രത്തിന്റെ ആസ്ഥാനം എവിടെയാണ്? കല്യാട്. ഗോവൻ ഫെനി മാതൃകയിൽ കശുമാങ്ങ വാറ്റിയെടുത്ത് നിർമ്മിക്കുന്ന കേരളത്തിന്റെ തനത് മദ്യയിനം ഏതാണ്? ഗോവൻ ഫെനി മാതൃകയിൽ കശുമാങ്ങ വാറ്റിയെടുത്ത് നിർമ്മിക്കുന്ന കേരളത്തിന്റെ തനത് മദ്യയിനം കെ ഫെനിയാണ് അല്ലെ. കേരളത്തിന്റെ. അപ്പൊ കെ ഫെനി എന്നുള്ളത് ഓർത്ത് വെക്കാം. കേരളത്തിലെ ആദ്യ ഇ സ്പോർട്സ് കേന്ദ്രം ആരംഭിച്ചത് എവിടെയാണ്? കേരളത്തിലെ ആദ്യ ഇ സ്പോർട്സ്. ആൻസർ
തലശ്ശേരിയിലാണ് അല്ലെ? സ്പോർട്സിലൊക്കെ സെലക്ട് ചെയ്യണമെങ്കിൽ തലവരെയൊക്കെ ശരിയാവണം എന്നൊക്കെ ഓർത്തു വെക്കാം. തലശ്ശേരി എന്നുള്ളത് ഓർത്തു വെക്കാം. കേരളത്തിലെ ആദ്യത്തെ ഇ സ്പോർട്സ് കേന്ദ്രം ആരംഭിച്ചത് തലശ്ശേരി. കേരളത്തിൽ ആദ്യമായിട്ട് ഒരേ ദിവസം തന്നെ ഹൃദയവും ശ്വാസകോശവും മാറ്റിവെച്ച സർക്കാർ മെഡിക്കൽ കോളേജ് ഏതാ? ഒരേ ദിവസം തന്നെ ഹൃദയവും ശ്വാസകോശവും മാറ്റിവെച്ചു കേട്ടോ. ആ സർക്കാർ മെഡിക്കൽ കോളേജ് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ആൻസർ കോട്ടയം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആണ്. കോട്ടയം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്. ഐക്യരാഷ്ട്രസഭയുടെ സീറോ വേസ്റ്റ് സിറ്റിയുടെ ആഗോള പട്ടികയിൽ ഇടം നേടിയിട്ടുള്ള കേരളത്തിലെ നഗരസഭ ഏതാണ്? സീറോ വേസ്റ്റ് ആണ്. ഓക്കെ, സീറോ വേസ്റ്റ് സിറ്റിയുടെ ആഗോള പട്ടികയിൽ ഇടം നേടിയിട്ടുള്ള കേരളത്തിലെ നഗരസഭ ഏതാണെന്നുള്ളതാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ സി വർക്കലയാണ്. കുറെ വർക്ക് ചെയ്താലും അവിടെ സീറോ വേസ്റ്റ് ആണെന്നുള്ള രീതിയിൽ ഓർത്തു വെക്കുക കേട്ടോ. വർക്കല എന്നുള്ളത് ഓർത്തു വെക്കാം. കേരളത്തിലെ ആദ്യത്തെ ജെൻസി പോസ്റ്റ് ഓഫീസ് ആരംഭിച്ചത് എവിടെയാണ്? നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. നീലക്കുറിഞ്ഞി സംരക്ഷണത്തിനായിട്ട് കേരള സർക്കാർ ഇടുക്കിയിൽ പ്രഖ്യാപിച്ചിട്ടുള്ള പുതിയ സംരക്ഷിത മേഖല ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ആൻസർ നീലക്കുറിഞ്ഞിയൊക്കെ ഒരു ഗ്രൂപ്പായിട്ടായിരിക്കും പൂത്ത് വരിക അല്ലെ? ഒരു വട്ടത്തിലൊക്കെ ആയിരിക്കും പൂത്ത് വരിക എന്നൊക്കെ ഓർത്ത് വെക്കാം. വട്ടവട നീലക്കുറിഞ്ഞി സാങ്ച്വറി ആണ് കേട്ടോ. വട്ടവട നീലക്കുറിഞ്ഞി സാങ്ച്വറി. സംസ്ഥാനത്തെ ആദ്യത്തെ ത്വക്ക് ബാങ്ക് ഏതാണ്? സ്കിൻ ബാങ്ക്. എവിടെയാണ് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്? അത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അല്ലെ? അപ്പൊ ത്വക്കിന്റെ വെച്ചിട്ട് തന്നെ തിരുവനന്തപുരം. ഓക്കെ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. മീൻപിടിപ്പാറ ടൂറിസം പദ്ധതി നിലവിൽ വന്നിട്ടുള്ള ജില്ല ഏതാണ്? മീൻപിടിപ്പാറ ടൂറിസം പദ്ധതി നിലവിൽ വന്നിട്ടുള്ള ജില്ല ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ആൻസർ കൊല്ലം അല്ലെ? മീനിനെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ തന്നെ അതിനെ കൊല്ലും അല്ലെ? അപ്പൊ കൊല്ലം. ഓക്കെ, മീൻപിടിപ്പാറ ടൂറിസം പദ്ധതി നിലവിൽ വന്നിട്ടുള്ള ജില്ല ചോദിക്കുകയാണെങ്കിൽ കൊല്ലം. ഏഷ്യയിലെ ആദ്യ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനം ഏതാണ്? ഏഷ്യയിലെ ആദ്യ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനം ഏതാണ്? കാർബൺ എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് ഇരുണ്ടിരിക്കും അല്ലെ? അപ്പൊ ഇരവികുളം. ഓക്കെ, ഇരുണ്ടിരിക്കുക എന്നുള്ള രീതിയിൽ ഇരവികുളം നാഷണൽ പാർക്ക് ആണ്. ഓക്കെ, ഇനി ഒരു ചോദ്യം കൂടെ ഉണ്ട് കേട്ടോ. ആറളം വന്യജീവി സങ്കേതം ഇനി മുതൽ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ആറളം വന്യജീവി സങ്കേതം ഇനി മുതൽ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ആൻസർ ആറളം ചിത്രശലഭ സങ്കേതം എന്നുള്ള പേരിലാണ് ഇനി അറിയപ്പെടുക കേട്ടോ. ആറളം വന്യജീവി സങ്കേതം ഇനി അറിയപ്പെടുന്ന പേരെന്താണ്? ആറളം ചിത്രശലഭം സങ്കേതം. ഓക്കെ, അപ്പോ ഇത്രയും ചോദ്യങ്ങളായിരുന്നു നമുക്ക് ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും 20 നിങ്ങൾക്ക് എല്ലാവർക്കും എത്ര മാർക്ക് കിട്ടി എന്നുള്ളതൊന്ന് കമന്റ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ കോഴ്സ് ഒക്കെ യൂസ്ഫുൾ ആണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ. ഇതേപോലുള്ള സെഷൻസ് വേണമെങ്കിലും കമന്റ് ചെയ്യുക. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പൊ നമുക്ക് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ്. ഹാവ് എ നൈസ് ഡേ.